ആഷ എന്ന പേരുള്ള ഒരു ആളുണ്ടായിരുന്നു. ആഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആഷ. അയാള് മുസ്ലിം ആവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആവണ്ടട്ടോ. അങ്ങനെ ഉണ്ടാവില്ല, ഏതൊരാളും നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അതിനൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആവാൻ നിൽക്കണ്ടട്ടോ. കാരണം മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ മുസ്ലിം ആയാലും. അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് പോകുന്നത്. അപ്പൊ അടുത്ത അടവ് ഒരു പയറ്റി ഇസ്ലാമിന്റെ ശത്രുക്കൾ. പിന്നെ കള്ളുടിക്കാൻ പറ്റൂല കേട്ടോ, വ്യഭിചരിക്കാൻ പറ്റൂല കേട്ടോ, വ്യഭിചരിക്കാൻ പറ്റൂല. അപ്പൊ ഇയാള് പറഞ്ഞു, അതൊരു മോശപ്പെട്ട പരിപാടിയല്ലേ, മറ്റു പെണ്ണുങ്ങളടുത്ത് പോവാന്ന് പറഞ്ഞാൽ, വ്യഭിചരിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അന്യ സ്ത്രീകളടുത്ത് പോവാ, വ്യഭിചരിക്കുക, ഇതൊക്കെ ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അതുകൊണ്ട് അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ മുസ്ലിം ആവുകയാണ്. അപ്പൊ ഒരു അടുത്ത അടവ് വയറ്റി, കള്ളുടിക്കാൻ പറ്റൂല, കള്ളുടിക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഇദ്ദേഹം ചിന്തിച്ച്, കള്ളുകുടിക്കൽ ഇസ്ലാമിൽ ഹറാമാണ് കേട്ടോ എന്ന് ശത്രുക്കൾ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടില്ല, ആ ശത്രുക്കള് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്ന മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറ്റി 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 കൊണ്ടുവരാൻ. കള്ളു കുടിക്കാൻ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലേ, കള്ളുടിക്കാൻ പറ്റൂല അല്ലേ, നവീന ഈ ഒരു കൊല്ലം കൂടി അങ്ങനെ കള്ളൊക്കെ കുടിച്ച് എനിക്ക് ചെയ്യേണ്ടൊക്കെ ചെയ്ത് ആസ്വദിച്ച് നടന്നിട്ട് അടുത്തുള്ള മുസ്ലിം ആവാം. ഇക്കൊല്ലപ്പം പോട്ടെ, ഇക്കൊല്ലപ്പം പോട്ടെ, അടുത്ത കൊല്ലം നന്നാവാം, അടുത്ത കൊല്ലം മുസ്ലിം ആവാം, ഇക്കൊല്ലപ്പം പോട്ടെ. മുസ്ലിം ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഇക്കൊല്ലപ്പം പോട്ടെ, അടുത്ത കൊല്ലം മുസ്ലിം ആവാൻ തീരുമാനിക്കണം. ഇതും പറഞ്ഞ ഇയാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി പോകുന്നതിന്റെ ഇടയിൽ കുതിരയിൽ നിന്ന് അയാൾ വീണു. ആ വീഴ്ചയിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ ജീവിതം. നമ്മൾ നാളെ നന്നാവാം, അതല്ലെങ്കിൽ ഇനിയൊരു മാസം കൊണ്ട് കഴിയട്ടെ, ഒരു കൊല്ലം കൊണ്ട് കഴിയട്ടെ, 2026 ആവട്ടെ, 2027 ആവട്ടെ, അതല്ലെങ്കിൽ അടുത്ത റമദാൻ ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ എന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കണം. ഇന്ന് നന്നാവണം, ഇപ്പം നന്നാവണം എന്ന് തീരുമാനിക്കുക. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല, എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പം നന്നാവാൻ തീരുമാനിക്കുക, ഇപ്പം ഈ സെക്കൻഡിൽ നന്നാവാൻ വേണ്ടി തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ മരണത്തിന് പ്രായത്തിന്റെ കണക്കുണ്ടോ? ഇപ്പോഴും നല്ല എപ്പോഴെങ്കിലും മരണത്തിന് പ്രായത്തിന്റെ കണക്കുണ്ടോ? ഇല്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം, ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരാളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വുളൂഇന്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, അതേ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു ഖൈറായ കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ ചെയ്യണം, പിന്തിപ്പിക്കരുത്. അതേ നാളെ നന്നാവാം, മറ്റന്നാൾ നന്നാവാം, അതല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ, റമദാൻ മുതൽ നന്നാവാം. എന്റെ ജീവിതം ഏതായാലും ഇങ്ങനെയൊക്കെ ആയി, ഇനി റമദാന് 2-3 മാസം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ റമദാൻ ഇങ്ങോട്ട് വരട്ടെ, ഈ 3 മാസം കൂടെ അടിച്ചു പൊളിക്കാം, റമദാൻ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ റജബ് ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിക്കരുത്. റജബ് വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധ്യമല്ല. എത്ര ആളുകളാണ് പെട്ടെന്ന്
അറ്റാക്ക് വന്ന് ബ്ലോക്ക് വന്ന് തളർന്നു വീണ് മരണപ്പെടുന്നത്. അല്ലാ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ജീവിക്കുമായിരുന്നെങ്കിൽ ആര് ജീവിക്കണമായിരുന്നു? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കണമായിരുന്നു. പക്ഷേ മുത്തുനബിയും വഫാത്തായി പോയി. 63ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. 63ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്താവുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ 63ാമത്തെ സൂറത്തിലെ അവസാനത്തെ ആയത്ത് എന്താണ്? ആയത്ത് വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധിയെത്തിയാൽ പിന്നെ ഒരാളുടെയും ശരീരത്തെ ബന്ധിപ്പിക്കുകയില്ല. മരണത്തിന്റെ അവധി എത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് നീട്ടിത്തരൂല. 63ാമത്തെ സൂറത്തിലെ അവസാനത്തെ ആയത്താണ്. മുത്തുനബി ജീവിച്ചത് 63 വയസ്സ് വരെയാണ്. 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ അല്ലാഹ്. ഒരാൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക കുറച്ച് സമയം കിട്ടാനാണ്. കുറച്ച് സമയം കിട്ടാനാണ്. കാരണം എന്നറിയോ? കുറച്ച് സമയം കിട്ടിയാൽ ലൗലാ അഖർതനി, കുറച്ചും കൂടി പിന്തിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇലാ അജലി ഖരീബ്, കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ, മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ചിന്തിക്കുന്ന കുറച്ച് സമയം കൂടി ജീവിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, ഒരാഴ്ചയെങ്കിലും, ഒരു ദിവസമെങ്കിലും, ഒരു മണിക്കൂറെങ്കിലും, ഒരു 2 മിനിറ്റെങ്കിലും, അതല്ലെങ്കിൽ ഒരു 2 സെക്കൻഡെങ്കിലും. എന്തിനപ്പോ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് 2 സെക്കൻഡ് കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാലോ. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് തന്നെ എത്ര കൂലിയാണ് അതൊക്കെ അപ്പോഴറിയാം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാലോ, ഒരു സ്വലാത്ത് ചൊല്ലാലോ, നന്നായി കിട്ടാലോ. കുറച്ച് സമയം കൂടി എനിക്ക് മരിക്കണ സമയത്ത് എന്ന് അയാളിങ്ങനെ ആഗ്രഹിക്കും. കുറച്ചു നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായേക്കാം, ഞാൻ നല്ല മനുഷ്യനാവാം, കുറച്ച് സമയം കൂടി എനിക്ക് തരി, ഞാൻ നന്നാവാം എന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് എപ്പോഴാണ് മരണമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ഇലാഹായ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനൊരു ക്യാൻസർ വരാൻ കാത്തിക്കണ്ട, അതല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരാൻ കാത്തിക്കണ്ട, ഒരു തളർവാദം വരാൻ കാത്തിരിക്കേണ്ട, അതല്ലെങ്കിൽ ഷുഗറും പ്രഷറൊക്കെ കൂടി അവശനായി രോഗിയായിട്ട് ഇബാദത്തെടുക്കാൻ കാത്തിക്കണ്ട. ഇപ്പോഴുള്ള ഈ രക്തത്തുടിപ്പുള്ള ഈ യുവത്വം തുളുമ്പുന്ന പ്രായമുണ്ടല്ലോ, ഈ പ്രായത്തിൽ തന്നെ ഇബാദത്തുകളുമായി തന്നെ ആരെയും വേദനിപ്പിക്കാത്തൊരു ജീവിതം ഉണ്ടാകണം. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരും വേദനിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ നല്ല ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് ദിക്റല്ല, കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ ആഗ്രഹിച്ചു പോവും. പ്രിയപ്പെട്ടവരെ, ഒരു സുബ്ഹാനല്ലാഹ് അത്രയും പ്രതിഫലമുണ്ട്. ഒരു സൂറത്തുൽ ഇഖ്ലാസിന് അത്രയും പ്രതിഫലമുണ്ട്. 10 സൂറത്തുൽ ഇഖ്ലാസ് ഒരാൾ സ്ഥിരമായി 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഹബീബായ മുത്തുനബി തങ്ങൾ പറയാണ്, എന്റെ മദതേ മടവൂർ മജ്ലിസ് കേൾക്കുന്ന ഉമ്മമാരെ,
ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഹബീബായ മുത്തുനബി തങ്ങൾ പറയാണ്, ഒരാൾ സ്ഥിരമായി 10 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവൻക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം 10 സൂറത്തുൽ ഇഖ്ലാസ്. അതിന് മാത്രം സമയമാണോ? വേണ്ട, കുറഞ്ഞ സമയം മതി. അപ്പോ അത്രയും വലിയ പ്രതിഫലങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറഞ്ഞ സമയം മതി. പക്ഷെ അതൊക്കെ ചെയ്യാതെ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയി കുറച്ച് സമയം കൂടി മരിക്കാൻ നേരത്ത് നീട്ടിത്തരും ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉള്ള സമയം ഉപയോഗപ്പെടുത്താം. നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയോ സമയം നമുക്ക് കിട്ടി. വാട്സപ്പിന്റെ ലാസ്റ്റ് സീൻ ടുഡേ 2:30 2:30ക്കും 3 മണിക്കും ഒക്കെ, പുലർച്ചെ 2:30ക്കും 2 മണിക്കും 1:30ക്കും ഒക്കെ നമ്മൾ ഓൺലൈനിലുണ്ട്. അപ്പോഴൊന്നും നമുക്ക് ഈ ബോധം വന്നില്ല. പെട്ടെന്നൊരു ബ്ലോക്ക് വന്ന്, സ്ട്രോക്ക് വന്ന്, അറ്റാക്കായി, സക്കറാത്തിന്റെ അവസ്ഥയിലായി മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, കുറച്ചും കൂടി ബന്ധിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ഒരു കൊല്ലം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരു 2 കൊല്ലം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരു മാസെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കുക. അതുകൊണ്ട് ഈ നല്ല സമയം ഉപയോഗപ്പെടുത്താം. ഈ നല്ല സമയം നമ്മൾ ഉപയോഗപ്പെടുത്താം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? എല്ലാവരും നമ്മുടെ മജ്‌ലിസ് സ്ഥിരമായിട്ട് പങ്കെടുക്കി. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദീന മടവൂർ കുടുംബങ്ങളാണ്. ഇതൊരു കുടുംബബന്ധമാണ്, ഇതൊരു സ്നേഹമാണ്, ഇതൊരു സ്നേഹബന്ധമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.